അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? പാതിരാത്രി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, എന്റെ പ്രിയമുള്ള പെങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? മോളെ ഫാത്തിമ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം അറിയുമോ ഫാത്തിമ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിനക്കറിയുമോ പൊന്നുമോളെ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ, ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താൽ, ഏതെങ്കിലും ഒരു പെണ്ണുണ്ടല്ലോ തന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വൈകുന്നേര സമയത്ത് ഒരു കിലോ അരിയും വാങ്ങി വീട്ടിലേക്ക് കടന്നു വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട്, പെണ്ണെ എനിക്കും എന്റെ മക്കൾക്കും ഭക്ഷണം വെച്ച് തരാ പറയുമ്പോ കുത്തുവാക്ക് പറയാതെ, പരിഹസിക്കാതെ, കളിയാക്കാതെ, ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കാതെ ചിരിക്കുന്ന മുഖത്തോട് ഇതെന്റെ കടമയാണല്ലോ എന്ന് കരുതിയിട്ട് അത് വാങ്ങി അടുക്കളയിൽ പോയി കഴുകി ശുദ്ധിയാക്കി ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങളെ, അതിലെ ഓരോ അരിയുണ്ടല്ലോ, അതിലെ ഓരോ ചോറുണ്ടല്ലോ, നിന്റെ ഭർത്താവ് കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, അതിലെ ഓരോ അരിമണിക്ക് പകരം അല്ലാഹു നിനക്കൊരു നന്മ എഴുതുകയാ. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹു പുറത്തു തരും പെണ്ണേ. ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്ത അല്ലാഹുവേ പടച്ചവര് നട്ടുച്ച സമയത്ത് അടുക്കളയിൽ തീയുടെ ചുവട്ടിൽ കിടന്ന് ഉരുകുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ തന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുന്ന പെണ്ണ് അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് എമ്മയ്ക്ക് പഠിച്ചവള്, ഡിഗ്രിക്ക് പഠിച്ചവള്, പടച്ചവനെ അവളെ കുറ്റം പറയുന്നില്ല. എന്റെ ആയുസ് പടച്ചവര് എന്റെ ഭാവി തുലച്ചെന്ന് പറയാറില്ല. അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് ഉരുകുന്ന പെണ്ണ്, നിന്റെ ശരീരം വിയർക്കുമല്ലോ, നിന്റെ ശരീരം വിയർക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, ആ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ശരീരം വിയർത്ത് ഒരു തുള്ളി വിയർപ്പെങ്ങാനും താഴെ വീണ നരകത്തിന്റെയും ആ പെണ്ണിന്റെ ശരീരത്തിന്റെ ഇടയിൽ മലക്കുകൾ 7 കിടന്നു കുടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അടുക്കളയിൽ തീയുടെ ചുവട്ടിൽ കിടന്ന് ഭക്ഷണം വെക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ശരീരം വിയർത്താൽ നരകം അവൾക്ക് ഹറാമാണ്, നരകം അവൾക്ക് ഹറാമാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, പ്രസവിച്ച പെണ്ണുങ്ങളുണ്ടല്ലോ, മരണവേദനയുടെ വേദനയാണെന്ന് പറയുന്ന ഉമ്മമാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഉമ്മ, ഹലാലായ മാർഗത്തിലൂടെ ഒരു പെണ്ണ് ഗർഭിണിയായി അവളൊരു കുഞ്ഞിന് ജന്മം നൽകിയാൽ അല്ലാഹു ആ പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ആ പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ശരീരത്തിൽ എവിടെയെല്ലാം എത്ര രോമങ്ങളുണ്ടോ ഓരോ രോമത്തിനും പകരം അല്ലാഹു പ്രതിഫലം കൊടുക്കുകയാ. അവളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാ. നോമ്പ് പിടിച്ചിട്ട് പട്ടിണി കിടന്നിട്ട് എഴുന്നേക്കാൻ കഴിവില്ലെങ്കിലും സ്വന്തം മക്കൾക്ക് പാല് കൊടുക്കുന്ന പെണ്ണുകള്, സ്വന്തം ആരോഗ്യം നോക്കാതെ പൊന്നുമക്കളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് പാല് കൊടുക്കുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ ഏതെങ്കിലും ഒരു ഉമ്മ തന്റെ കുഞ്ഞിന് പാല് കൊടുത്താ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 1000 ശുഹദാക്കളുടെ പ്രതിഫലമാ. 1000 ശുഹദാക്കള് ബദറിലും മുഹദിലും ഹംദക്കിലും ഖൈബറിലും തബൂക്കിലും പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ 1000 ശുഹദാക്കളുടെ പ്രതിഫലമാണ്. എന്തിനു പറയണം? പടച്ചവരെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്ത ഇന്ന് പെണ്ണിന് വസ്ത്രം കഴുകാമല്ലാത്ത മടിയാ. ഭർത്താവിന്റെ വിയർപ്പ് കഴുകാറ് എന്നെ കൊണ്ട് കഴിയുന്നെന്ന് പറയുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്ത അല്ലാഹു ആ പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 100 പേർക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ചോറ് വെച്ചാലും പ്രതിഫലം,
വിയർത്താലും പ്രതിഫലം, പ്രസവിച്ചാലും പ്രതിഫലം, പാല് കൊടുത്താലും പ്രതിഫലം, ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്താലും 100 പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്ത അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരുടെ ഞാനിത് പറയുന്നത്, ഭർത്താവിൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കണം. ഭർത്താവിൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്ന പെണ്ണിന് എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവിൻ്റെ തലയിൽ എണ്ണ തേക്കണം, ഭർത്താവിൻ്റെ മീശ വെട്ടി കൊടുക്കണം. ഭർത്താവിൻ്റെ മീശ വെട്ടി കൊടുക്കുന്ന ഭാര്യ എന്ത് പ്രതിഫലം എന്നറിയോ? നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ. നിങ്ങൾ ചിന്തിക്കും, ഇപ്പോഴല്ലേ പെണ്ണുങ്ങൾക്ക് ചിരിക്കുക, ചെറുപ്പക്കാരൊക്കെ ചിരിക്കണ്. എൻ്റെ പേര് നമ്മുടെ അത്തായ അമ്മായൊക്കെ പണ്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പ് വെള്ളിയാഴ്ച ഒരു 8 മണിയാകും 9 മണിയാകുമ്പോൾ അത്ത എഴുന്നേറ്റിരിക്കും, പ്രശ്നം ഉമ്മച്ചി വെട്ടിക്കൊടുക്കും, അമ്മ വെട്ടിക്കൊടുക്കും മീശയൊക്കെ. എൻ്റെ കാലുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം ബംഗാളികൾ കടകളിൽ നിറഞ്ഞ് നമ്മൾ അങ്ങോട്ടാ പോകാറ്. ഏത് ഭർത്താവാണ് ഭാര്യയ്ക്ക് വെട്ടാൻ കൊടുക്കുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, ഭാര്യ വെട്ടിക്കൊടുക്കണം ഭർത്താവിൻ്റെ മീശ. അതാ കുടുംബജീവിതം, അതാണ് ജീവിതം. അപ്പോഴേ സ്വർഗം കിട്ടൂ, അവിടെ സ്നേഹമുണ്ടാകൂ. ഇതങ്ങനല്ലല്ലോ. ഇവിടെ ഭാര്യയും ഭർത്താവും കൂടെ ഒന്ന് അടിയുണ്ടാക്കി, ഒരു വഴക്കുണ്ടായി, ഉടനെ കൊണ്ടുപോയിട്ട് പെണ്ണൊരു കേസ് കൊടുപ്പാ. ഭർത്താവിൻ്റെ വാപ്പ പീഡിപ്പിക്കാൻ വന്നു, സഹോദരൻ കയറി പിടിക്കാൻ വന്നു, ഉമ്മ സ്ത്രീധനം ചോദിച്ചിട്ട് തല്ലി. എന്തൊക്കെ കേസാ പഠിച്ചോനെ. സ്നേഹത്തോടെ നടന്ന ഒരു ഭാര്യയും ഭർത്താവും നിസാര ഒരു വിഷയത്തിൽ അവളെ ഒന്ന് വീട്ടിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പാവപ്പെട്ടവൻ എന്തെല്ലാം കുറ്റം പറ്റും, ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കുന്ന രീതിയിലാണ് കേസ് എഴുതി കൊടുക്കണേ. പെണ്ണിൻ്റെ അവസ്ഥ ഇതാ. ഭർത്താവ് അങ്ങനല്ല, കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓ മാന്യന, തിന്നത്തുമില്ല തിന്നാൻ പെടത്തുമില്ല ഒരു ജീവി. അതുപോലെ ഓളെ തലാക്കും ചെയ്യത്തില്ല, അവള് ജീവിക്കണ്ട, അങ്ങനെ അടക്കും. എൻ്റെ പടച്ചവന് ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യരുടെ അവസ്ഥ ഇതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിൻ്റെ റസൂല് പറയുക, രാത്രി കിടന്നുറങ്ങാൻ വരുന്ന ഭർത്താവിനൊരു പെണ്ണ് വിരിപ്പ് വിരിച്ചു കൊടുത്താൽ സുബഹി വരെ ഒരു മലക്ക് അവൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നമ്മുടെ പെണ്ണുപിള്ളമാർക്ക് ഇത് വല്ല അറിയോ? അവർക്ക് എപ്പോൾ നോക്കിയാലും ഗുണഗുണാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ മാത്രമേ ചില പെണ്ണുങ്ങൾക്ക് അറിയൂ. അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, സ്നേഹത്തോടെ പെരുമാറ്, സ്നേഹിക്ക്. സ്നേഹം ഇവിടെ ഇപ്പൊ ഒന്ന് പറഞ്ഞ് രണ്ടിന് തല്ല. ഭാര്യയെ തല്ലുന്നത് ആണത്തമല്ല സഹോദരങ്ങളെ. ഒരു ഈമാനുള്ള ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ആണിനും ഭാര്യയെ തല്ലാൻ കഴിയില്ല. എങ്ങനെ തല്ലാൻ കഴിയുന്നു? അതെങ്ങനെ? ഭാര്യയുടെ മഹത്വം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ കല്യാണ ദിവസം, നിങ്ങളുടെ വിവാഹത്തിന്റെ ദിവസം പള്ളിയിലെ ഖതീബ് 2 സാക്ഷികളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ഭാര്യയുടെ വാപ്പ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു തന്ന ഒരു അറബി വാക്കുണ്ട്, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ എന്ന് പറഞ്ഞു തരുന്ന ആ അറബി വാക്കിന്റെ അർത്ഥം അറിയുന്ന ഒരാണും തൻ്റെ ഭാര്യയെ തല്ലൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിക്കാനിരിക്കുന്ന മക്കളോട് ഏറ്റവും കുറഞ്ഞത് അതെന്തെങ്കിലും പഠിക്കണം. വിവാഹം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാരോട് മോനെ ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ അർത്ഥമെങ്കിലും നീ ഒന്ന് പഠിക്കണം. എന്തേ പറയണേ? നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, മോനെ 18ഉം 19ഉം വർഷക്കാലം പോറ്റി വളർത്തി എൻ്റെ പൊന്നാര മകളെ, നീ തരുന്ന ഒരു പവന് പകരം നിന്റെ കയ്യിൽ ഞാൻ വെച്ച് തരികയാ, എൻ്റെ കരള മോനെ. എൻ്റെ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ, അവളങ്ങെല്ലാം തികഞ്ഞവളൊന്നുമല്ല, എൻ്റെ മോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താ നീ തിരുത്തി കൊടുക്കണം. അവൾ അറിവില്ലാത്തവളാ, നീ അവൾക്ക് തിരുത്തി കൊടുക്കണം, നീ ക്ഷമിക്കണം. എൻ്റെ മോളെ തല്ലരുത്, എൻ്റെ മോളെ തല്ലിക്കൊല്ലരുത്, കെട്ടി തൂക്കാൻ നിൽക്കരുത്. എടാ, നിനക്ക് എന്നെങ്കിലും എൻ്റെ പൊന്നുമോളെ വേണ്ടെന്ന് തോന്നിയാ നീ കൊല്ലാനൊന്നും നിൽക്കല്ലേ, എൻ്റെ മോളെ എൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തരണേന്നാ ആ മനുഷ്യൻ നിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു തരുന്നത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യയെ തല്ലുന്ന ചെറുപ്പക്കാർ, നിസാരം എന്തെങ്കിലും ഒരു കാര്യം മതി, തലാക്ക് കഴിഞ്ഞു, 3ഉം പറഞ്ഞു. ഇവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സമുദായം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുക, നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണോ? നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടണമെങ്കിൽ ഒന്ന്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ ഖൈറു ബർക്കത്തും ഐശ്വര്യവും ചുരിയുമാറാകട്ടെ. അള്ളാഹു സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യ, ഇല്ലെങ്കിൽ കടന്ന് ഉരുകേണ്ടി വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.